1989 ഒരു ടിവി ഷോയിൽ മുഖം മറച്ച ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അമേരിക്കൻ മരുഭൂമിയിൽ ഏരിയ 51-ൽ അവർ അന്യഗ്രഹ പേടകങ്ങൾ പറത്തുന്നുണ്ട്. ഞാൻ അത് കണ്ടതാണ്. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ലോകം ആദ്യം അയാളെ പരിഹസിച്ചു, ഭ്രാന്തനെന്ന് വിളിച്ചു. പക്ഷേ 30 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ശാസ്ത്രം ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേര് ബോബ് ലാസർ. ഏരിയ 51-നെ ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഏലിയൻ പേടകങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തു. ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ ഇദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ കഥയാണ് നമ്മൾ നോക്കുന്നത്. ബോബ് ലാസർ പറയുന്നത് അദ്ദേഹത്തെ ഏരിയ 51-ന് തെക്കുള്ള സെക്ടർ 4ലേക്കാണ് കൊണ്ടുപോയതെന്നാണ്. പർവ്വതത്തിനുള്ളിൽ പണിത ഹാങ്ങറുകൾ. അവിടെ അദ്ദേഹം 9 പറക്കും തെളികൾ കണ്ടു. അതിലൊന്ന് പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അതിനെ അദ്ദേഹം സ്പോട്ട് മോഡൽ എന്നാണ് വിളിച്ചത്. അതിനടിയിൽ ബെൽഡിങ്ങുകളില്ല, നട്ടുകളില്ല, ബോൾട്ടുകളില്ല. ഇത് ലോഹം കൊണ്ട് നിർമ്മിച്ചതുമല്ല, മറിച്ച് മെഴുക് പോലെയുള്ള ഒരു പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചതാണ്. അതിനുള്ളിൽ ചെറിയ 2 കസേരകളാണ് ഉണ്ടായിരുന്നത്, കുട്ടികൾക്ക് ഇരിക്കാവുന്നത് പോലെ. പക്ഷെ അത് മനുഷ്യന് വേണ്ടി നിർമ്മിച്ചതല്ല എന്ന് വ്യക്തം. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ പേടകം എങ്ങനെ പറക്കുന്നു? പെട്രോളിലോ ഡീസലിലോ അല്ല, മറിച്ച് എലമെന്റ് 115 എന്ന മൂലകമാണ് ഇതിന്റെ ഇന്ധനം. ശ്രദ്ധിക്കുക, ബോബ് ഇത് പറയുമ്പോൾ 1989-ൽ ഈ എലമെന്റിനെ കുറിച്ച് ശാസ്ത്രത്തിന് അറിവില്ലായിരുന്നു. പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെയൊന്നില്ല. പക്ഷേ 2003-ൽ ശാസ്ത്രജ്ഞന്മാർ എലമെന്റ് 115, അതായത് മോസ്കോവിയം, കണ്ടുപിടിച്ചു. ബോബ് പറഞ്ഞത് സത്യമാണ്. ഈ മൂലകം ഉപയോഗിച്ച് ഗ്രാവിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ സ്പേസിനെയും ടൈമിനെയും വളച്ചൊടിച്ചാണ് ഈ പേടകങ്ങൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വെടിയുണ്ട പോലെ ചീറിപ്പായാൻ പറ്റുന്നതും. ബോബ് ലാസർ പറയുന്നത് കള്ളമാണോ? അദ്ദേഹം പഠിച്ച MIT-യിലും കാൽടെക്കിലുമുള്ള രേഖകൾ സർക്കാർ മായ്ച്ചു കളഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ലാബിലെ ഫോൺ ഡയറക്ടറിയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. അടുത്തിടെ FBI അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്തു. എന്തിനാണ് ഒരു നുണയന്റെ വീട് FBI റെയ്ഡ് ചെയ്തത്? അദ്ദേഹത്തിന്റെ കയ്യിൽ എലമെന്റ് 115-ന്റെ സാമ്പിൾ ഉണ്ടോ എന്ന് അവർ ഭയക്കുന്നുണ്ടോ? പെന്റഗൺ പുറത്തുവിട്ട വീഡിയോ കണ്ടതോടെ പലരും ബോബ് പറഞ്ഞതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. കാരണം ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇത് പറക്കുന്നത്. സത്യം എപ്പോഴും വിചിത്രമായിരിക്കും. ബോബ് ലാസർ ഒരു ജീനിയസ് ആണോ, അതോ ലോകത്തെ മുഴുവൻ പറ്റിച്ച കള്ളനോ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് എലമെന്റ് 115-നെ കുറിച്ചുള്ള വിവരം നേരത്തെ അറിയാൻ കഴിഞ്ഞത്? ഏരിയ 51-ൽ കാര്യമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല. നാളെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇത്രയധികം ഏലിയൻസ് നമ്മുടെ ചുറ്റും ഉണ്ടായിട്ട് നമ്മൾക്ക് എന്തുകൊണ്ട് അവരെ കാണാൻ കഴിയുന്നില്ല? നമ്മുടെ ഉറക്കം കളയുന്ന ദ ഡാർക്ക് ഫോറസ്റ്റ് തിയറിയുമായിട്ട് നാളെ കാണാം. ദിസ് ഈസ് ഐവിൻ സൈനിങ് ഓഫ്.